ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിരോധ മേഖലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി, ചൈനയ്ക്ക് ഭീഷണി ഉയർത്തി ഇന്ത്യൻ നാവികസേന. നാവികശക്തി ഇരട്ടിയാക്കാൻ INS വിശാഖപട്ടണം, INS വേല, INS സന്ധ്യാക് എന്നിവ ഇന്ത്യൻ നാവികസേനയിലേക്ക് എത്തുന്നു. രണ്ടാമതായി, അതിർത്തി നിരീക്ഷണം ശക്തമാക്കാനൊരുങ്ങി ഇന്ത്യ. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സ്വിച്ച് ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാമതായി, ജാഗ്വാർ എയർക്രാഫ്റ്റിനായി 2 ഫിക്സഡ് ബേസ് ഫുൾ മിഷൻ സിമുലേറ്ററുകൾ HAL നിന്നും വാങ്ങാൻ ഇന്ത്യ കരാർ ഒപ്പിട്ടു. നാലാമതായി, ഏറ്റവും മികച്ച ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമായ ശക്തിയും ആധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും നിർമ്മിച്ച് ഇന്ത്യ. ഇന്ത്യയുടെ ഫയർ പവറിനൊരു വലിയ ഉത്തേജനമെന്ന നിലയിൽ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ഡിസ്ട്രോയറായ INS വിശാഖപട്ടണവും കാൽവരി ക്ലാസ് അന്തർവാഹിനിയായ INS വേലയും ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ കമ്മീഷൻ ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലായ INS വിശാഖപട്ടണം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ നവംബർ 21 മുംബൈയിൽ കമ്മീഷൻ ചെയ്യും. 4 ദിവസത്തിന് ശേഷം പ്രോജക്റ്റ് 75-ലെ 4ാമത്തെ അന്തർവാഹിനിയായ INS വേല നവംബർ 25 നാവികസേനാ മേധാവി അഡ്മിറൽ കരംബീർ സിംഗ് കമ്മീഷൻ ചെയ്യും. ഈ യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തതിനു ശേഷം സർവേ വെസൽ ലാർജ് പദ്ധതിയുടെ ആദ്യ കപ്പലായ INS സന്ധ്യാക് ഡിസംബർ 1 കമ്മീഷൻ ചെയ്യുമെന്ന് കരുതപ്പെടുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റീൽ ഉപയോഗിച്ചാണ് വിശാഖപട്ടണം നിർമ്മിച്ചിരിക്കുന്നത് എന്നും മൊത്തത്തിൽ 163 മീറ്റർ നീളവും 7400 ടണ്ണിലധികം സ്ഥാനചലനവുമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിസ്ട്രോയറുകളിലൊന്നാണ് വിശാഖപട്ടണമെന്ന് നാവികസേന വൈസ് ചീഫ് വ്യക്തമാക്കുന്നു. കപ്പലിൻ്റെ ഏകദേശം 75% ആത്മനിർഭർ ഭാരതിന് സംഭാവന നൽകുന്ന ഗണ്യമായ തദ്ദേശീയ ഉള്ളടക്കമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കടൽ യുദ്ധത്തിൻ്റെ മുഴുവൻ സ്പെക്ട്രത്തിലും വ്യാപിച്ചു കിടക്കുന്ന വിവിധ ജോലികളും ദൗത്യങ്ങളും ഏറ്റെടുക്കാൻ കഴിവുള്ള ശക്തമായൊരു പ്ലാറ്റ്ഫോമാണ് ഈ കപ്പൽ. INS വിശാഖപട്ടണം വിവിധതരം ആയുധങ്ങളും സെൻസറുകളും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. അതിൽ സൂപ്പർസോണിക് സർഫസ് ടു സർഫസ് മിസൈലുകൾ, സൂപ്പർസോണിക് സർഫസ് ടു എയർ മിസൈലുകൾ, ഇടത്തരം ഹ്രസ്വദൂര തോക്കുകൾ, അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകൾ, നൂതന ഇലക്ട്രോണിക് യുദ്ധ ആശയവിനിമയ സൂട്ടുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇന്ത്യൻ നാവികസേനയ്ക്കായി കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിക്കുന്ന 4 സർവേ വെസലുകളുടെ പദ്ധതികളിൽ ആദ്യത്തേതാണ് INS സന്ധ്യാക്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രശാസ്ത്രപരവും ജിയോഫിസിക്കൽ ഡേറ്റയും ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമായി AUVകൾ, ROVകൾ, സർവേ ബോട്ടുകൾ, നൂതന തദ്ദേശീയ ഡാറ്റ അക്വിസിഷൻ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പുതിയ തലമുറ ഹൈഡ്രോഗ്രാഫിക് ഉപകരണങ്ങളുമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ വലിയ സർവേ കപ്പലുകൾ ഇന്ത്യക്ക് മികച്ച നേട്ടം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഐഡിയ ഫോർജ് ടെക്നോളജി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സ്വിച്ച് ടാക്ടിക്കൽ UAV പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഝാൻസിയിലെ രാഷ്ട്രരക്ഷാ സമർപ്പൺ പർവിൽ വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ചണ്ഡി പ്രസാദ് മൊഹന്തിന് കൈമാറി. ഏകദേശം 240 യൂണിറ്റോളം സ്വിച്ച് ടാക്ടിക്കൽ UAVകൾ ഇന്ത്യൻ സൈന്യം വാങ്ങുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 2 മണിക്കൂറോളം എൻഡുറൻസ് ഉള്ള സ്വിച്ച് UAV ഇന്ത്യയുടെ അതിർത്തികളിൽ രാവും പകലും നിരീക്ഷണത്തിനായി കഠിനമായ ചുറ്റുപാടുകളിലും ഉയർന്ന ഉയരങ്ങളിലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും ആവശ്യപ്പെടുന്ന നിരീക്ഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്ന് കരുതപ്പെടുന്നു. ഇതിനു പുറമെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാഫേ എംബിബർ പ്രൈവറ്റ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത MR-20 ഡ്രോണും വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ചണ്ഡി പ്രസാദ് മൊഹന്തിന് കൈമാറി. ഫോർവേഡിംഗ് ഏരിയകളിൽ ഉയരത്തിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് 20 കിലോഗ്രാം വരെ ഭാരമുള്ള ഭക്ഷണം, അവശ്യ വസ്തുക്കൾ, അടിയന്തര വൈദ്യസഹായം, അമുനേഷൻ, ആയുധങ്ങൾ എന്നിവ എത്തിക്കാൻ ശേഷിയുള്ള MR-20 ഹെക്സാകോപ്റ്റർ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഇനി വ്യാപകമായി ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ജാഗ്വാർ എയർക്രാഫ്റ്റിനായി 2 ഫിക്സഡ് ബേസ് ഫുൾ മിഷൻ സിമുലേറ്ററുകൾ HAL നിന്നും ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 5 വർഷത്തെ സമഗ്രമായ വാർഷിക മെയിൻ്റനൻസ് കരാറുമായി മൊത്തം 357 കോടി രൂപയ്ക്ക് വാങ്ങുന്നതിനുള്ള കരാറിൽ ഇന്ത്യൻ സർക്കാർ ഒപ്പുവെച്ചു.
ഈ സിമുലേറ്ററുകൾ എയർഫോഴ്സ് സ്റ്റേഷനുകളായ ജാംനഗർ, ഗോരഖ്പൂർ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആത്മനിർഭർ ഭാരത് അഭിയാന് കീഴിൽ പ്രതിരോധ മേഖലയിൽ നൂതന സാങ്കേതികവിദ്യകളും സംവിധാനങ്ങളും തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ശക്തിയിൽ ഇന്ത്യ തുടർച്ചയായി വളരുകയാണ്. HAL ഫിക്സഡ് ബേസ് ഫുൾ മിഷൻ സിമുലേറ്ററിന്റെ നിർമ്മാണം ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കൂടുതൽ ഉത്തേജനം നൽകുകയും പ്രതിരോധ ഉൽപാദനത്തിന്റെയും രാജ്യത്തെ പ്രതിരോധ വ്യവസായത്തിന്റെയും സ്വദേശിവൽക്കരണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. എയർഫോഴ്സ് സ്റ്റേഷൻ ജാംനഗറിൽ കരാറിൽ നിന്ന് 27 മാസത്തിനുള്ളിൽ അനുബന്ധ ഉപകരണങ്ങളുള്ള ആദ്യത്തെ FBFMS കമ്മീഷൻ ചെയ്യപ്പെടും. ഗോരഖ്പൂരിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ കരാറിൽ നിന്ന് 36 മാസത്തിനുള്ളിൽ രണ്ടാമത്തെ FBFMSും പൂർത്തിയാക്കും. ഈ സിമുലേറ്ററുകൾ വാങ്ങുന്നതോടെ നൂതന ലോങ് റേഞ്ച് ആയുധങ്ങളുടെ സിമുലേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തന കവറിലും പൈലറ്റുമാരെ വിവിധ ആകസ്മികതകളിലേക്ക് തുറന്നു കാട്ടിക്കൊണ്ട് ഉയർന്ന നിലവാരത്തിലേക്ക് പറക്കുന്ന പരിശീലനത്തിന്റെ ഗുണനിലവാരവും ഇന്ത്യൻ വ്യോമസേന വർദ്ധിപ്പിക്കും. അടുത്ത അപ്ഡേറ്റ് നോക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ഉത്തർപ്രദേശിലെ ഝാൻസി നഗരത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് വിപുലമായ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനമായ ശക്തി കൈമാറി. പരമ്പരാഗതവും ആധുനികവുമായ റഡാറുകളുടെ തടസ്സപ്പെടുത്തൽ, കണ്ടെത്തൽ, തിരിച്ചറിയൽ, ജാമിംഗ് എന്നിവയ്ക്കാണ് ശക്തി ഉപയോഗപ്പെടുത്തുക. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇന്ന് സമാപിക്കുന്ന ത്രിദിന രക്ഷാസമർപ്പൺ പർവിന് കീഴിൽ നാവികസേനാ മേധാവിക്ക് ശക്തി EW സിസ്റ്റത്തിന്റെ മിനിയേച്ചറൈസ്ഡ് മാതൃകയും പ്രധാനമന്ത്രി സമ്മാനിച്ചിരുന്നു. നാവികസേനയുടെ മുൻകൂർ മുന്നറിയിപ്പ്, മിസൈൽ ആക്രമണത്തിനെതിരായ കപ്പലുകളുടെ പ്രതിരോധം, രഹസ്യാന്വേഷണം, നിരീക്ഷണം, കടൽ മേഖലയെക്കുറിച്ചുള്ള അവബോധം എന്നിവയ്ക്കുള്ള നാവികസേനയുടെ ഇലക്ട്രോണിക് ഇന്റലിജൻസ് ശേഷി വർദ്ധിപ്പിക്കുകയും സമുദ്ര യുദ്ധഭൂമിയിൽ ഇലക്ട്രോണിക് ആധിപത്യം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് ശക്തി സഹായിക്കും. DRDOയുടെ ഡിഫൻസ് ഇലക്ട്രോണിക് റിസർച്ച് ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത 12 ശക്തി സിസ്റ്റങ്ങൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ 50-ലധികം MSMEകളുടെ സഹായത്തോടെ മൊത്തം 1805 കോടി രൂപ ചെലവിൽ നിലവിൽ ഉൽപാദനത്തിലാണ്. INS വിശാഖപട്ടണത്തിലാണ് ആദ്യ ശക്തി സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ശക്തി സിസ്റ്റം തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ സ്ഥാപിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ P-17A, P-15B, തൽവാർ ക്ലാസ് കപ്പലുകൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപാദനത്തിന് കീഴിലുള്ള പ്രധാന യുദ്ധക്കപ്പലുകളിൽ ഈ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള നിരന്തരം അന്വേഷണത്തിന്റെ ഭാഗമായി മുൻ തലമുറ തദ്ദേശീയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾക്ക് പകരമായി ശക്തി സംവിധാനം കൊണ്ടുവരുമെന്ന് നാവികസേന വക്താക്കൾ സൂചിപ്പിക്കുന്നു. നൂതന പ്രതിരോധ സാങ്കേതികവിദ്യകളുടെ മേഖലകളിൽ ആത്മനിർഭർ ഭാരതിന്റെ യഥാർത്ഥ പ്രതീകമാണ് ശക്തി സിസ്റ്റമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള നാവിക കപ്പലുകൾക്കായി DRDO രൂപകൽപ്പന ചെയ്തതും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചതുമായ ആധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും പ്രധാനമന്ത്രി നാവികസേനയ്ക്ക് കൈമാറി. ഡിസ്ട്രോയറുകൾ, ഫ്രിഗേറ്റുകൾ മുതലായവ ഉൾപ്പെടെയുള്ള വിവിധ നാവിക കപ്പലുകളിൽ ഈ വിപുലമായ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉപയോഗിക്കും. അതിനാൽ ഇത് ആത്മനിർഭർ ഭാരതിലേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പിനെ അടയാളപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു.